ആശംസ പറയുന്നതിന് വേണ്ടി ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ സതീശൻ ഉണ്ണിയെ ക്ഷണിച്ചു കൊടുക്കുന്നു. ആദരണീയ അധ്യക്ഷൻ അവരുടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയുടെ ആദരണീയ പ്രസിഡന്റ് ഗവർണർ ഹാസിമായിട്ടുള്ള ശ്രീ ജാനനാളവർ, വേദിയിലും സദസ്സിലും ഉപയോഗിച്ചതായിട്ടുള്ള മുഴുവൻ നേതൃത്വ പ്രവർത്തകർ, സഹോദരങ്ങൾ, നിങ്ങൾക്കേവർക്കും മർദ്ദിതയുടെ രാഷ്ട്രപിതാവും ഇന്ത്യൻ ഭരണഘടനാ ശക്തിയുമായ പ്രൊഫസർ PR ഊഷ്മളമായ അഭിവാദ്യം അർപ്പിച്ചു നടത്തുന്നതാണ്. ഒരു ജനതയുടെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ സമരങ്ങളുടെ അംഗത്തട്ടിൽ നിന്നുകൊണ്ട് നീതി ഉറപ്പാക്കാൻ കഴിയുന്ന പോരാട്ട സമയത്ത് നമുക്ക് നീതി ഉറപ്പാക്കുവാൻ ജീവൻ കൊടുത്താൽ നമ്മുടെ ആത്മമിത്രം യോഗിയുടെ പാവനമായ സ്മരണയ്ക്ക് മുന്നിൽ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രണാമം അർപ്പിക്കുക. 2003 ഫെബ്രുവരി മാസം 19-ാം തീയതി കേരളത്തിന്റെ സമൂഹ മനസാക്ഷിയാകെ പിടിച്ചു നിർത്തുന്ന ഒരു സംഭവമായിരുന്നു മുത്തങ്ങ വെടിവെപ്പ്. നാം ഇത് പറയുമ്പോൾ ഫെബ്രുവരി മാസം വളരെ പ്രധാനപ്പെട്ട ഒരു മാസമായി നമുക്ക് പരിഗണിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. കാരണം നമുക്കറിയാം, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ നിയമനിർമ്മാണ സഭയിൽ ഒരു ദളിത് ശബ്ദം ഉയർന്ന മഹാത്മാ അയ്യങ്കാളിയുടെ അത് 1912 ഫെബ്രുവരി മാസം 27-ാം തീയതി ആ നിയമനിർമ്മാണ സഭയ്ക്കകത്ത് ഉയർന്ന ശബ്ദം കന്നിപ്രസംഗം കേരളത്തിലെ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ഭൂമിയുടെ രാഷ്ട്രീയമാണ് മഹാത്മാ അയ്യങ്കാളി ചർച്ച ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഫെബ്രുവരി മാസം ദളിതാദിവാസി വിഭാഗങ്ങളുടെ സാമ്പത്തിക നീതി ഉറപ്പാക്കാൻ കഴിയുന്ന പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിച്ചതുപോലെ തന്നെ മഹാത്മാ അയ്യങ്കാളിക്ക് ശേഷം 91 വർഷത്തിന് ഇപ്പുറം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റ് പടിക്കൽ 2001 നടത്തിയ കുടിൽക്കെട്ട് സമരത്തിന് ശേഷം അന്നത്തെ ഗവൺമെന്റുമായി ഒരു ധാരണ ഉണ്ടാക്കുകയും ആ ധാരണ പാലിക്കപ്പെടാതെ വന്നപ്പോൾ 2003 ജനുവരി മാസം 5-ാം തീയതി മുത്തങ്ങയിൽ സമരം നടന്നു. നാം ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വെറുതെ ഒരു ഭൂമി താമസിക്കാൻ കിട്ടുന്നതിലുപരി നമ്മുടെ രാജ്യത്തിന് വർദ്ധിച്ചു വരുന്ന വിഷം കലർന്ന ഭക്ഷണം കഴിക്കാതിരിക്കുവാൻ കഴിയുന്ന പ്രകൃതിദത്തമായ വിഭവങ്ങൾ സൃഷ്ടിക്കുവാൻ കഴിയുന്ന ഒരു ജനതയാണ് നമ്മൾ. ആ ജനത മണ്ണിൽ അധ്വാനിച്ച് വിഷരഹിത ഭക്ഷണം ഉണ്ടാക്കുവാൻ കഴിയുന്ന ഈ ജനതയ്ക്ക് ജീവിക്കുവാനും സ്വയം പര്യാപ്തതയിൽ നിൽക്കുവാനും അവന് താമസിക്കുവാൻ കഴിയുന്ന അടച്ചുറപ്പുള്ള ഭവനങ്ങളിൽ താമസിക്കുവാൻ കഴിയുന്ന സുരക്ഷിതരായി കഴിയുന്ന തലത്തിലേക്ക് അവനെ പരിവർത്തനപ്പെടുത്തുവാൻ കഴിയുന്ന അധികാരത്തിന്റെ ചിഹ്നം കൂടിയാണ് ഭൂമി. ആ അധികാരത്തിന്റെ ചിഹ്നമായിട്ടുള്ള ഭൂമി സ്വായത്തമാക്കിയിട്ടുള്ള ഭൂമി
ഉടമസ്ഥതയായിട്ടുള്ള ആളുകളുടെ ജീവിതവും ഭൂരഹിതരായിട്ടുള്ള ആളുകളുടെ ജീവിതവും തമ്മിൽ തുലനം ചെയ്യുമ്പോഴാണ് ഭൂമിയുടെ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ഇടങ്ങൾ പ്രാധാന്യം കൂടുന്നത്. അതുകൊണ്ട് ഭൂമിക്ക് വേണ്ടിയുള്ള സമരങ്ങൾ നമ്മൾ നടത്തുമ്പോൾ നമുക്കത് കിട്ടാതിരിക്കാനുള്ള എല്ലാ പരിശ്രമങ്ങളും അധികാരികളുടെ ഭാഗത്ത് നിന്ന് ഉയർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ നിരവധി സമരങ്ങൾ കേരളത്തിന് മുന്നിൽ നടത്തിയിട്ടുണ്ട് നമ്മൾ. അത് ഭൂമിയുടെ, വിദ്യാഭ്യാസത്തിന്റെ, തൊഴിലിന്റെ, അങ്ങനെ മനുഷ്യന്റെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിഷയങ്ങളിലും സമരമുഖത്ത് നിൽക്കുന്ന ഒരു ജനവിഭാഗമായി നമ്മൾ മാറിയിട്ടുണ്ട്. ആ സമരങ്ങളുടെ ശ്രേണിയിൽ നിന്ന് മാറി അധികാരത്തിനകത്തിരുന്നുകൊണ്ട് അവകാശങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന പുതിയ കാലഘട്ടത്തിന്റെ ചുവടുവെപ്പായി ഈ ദിനം കൂടി മാറ്റേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ നമ്മുടെ സാമൂഹ്യ നീതിക്ക് വേണ്ടി നമ്മുടെ ഇടയിൽ നിന്നുകൊണ്ട് തന്നെ ജീവൻ ബലിയർപ്പിച്ച ജോഗിയണ്ണന്റെ ആത്മാവിന് ഒരു വില കൊടുക്കുന്നുണ്ടെങ്കിൽ നാളുകളിൽ അത്തരം ജീവൻ ബലിയർപ്പിക്കാത്ത നിലയിൽ അധികാരത്തിനകത്ത് നിന്നുകൊണ്ട് വിഭവങ്ങൾ പങ്കുവെക്കുന്നതിൽ തുല്യ പ്രാധാന്യം നേടിക്കൊടുക്കുവാൻ കഴിയുന്ന രാഷ്ട്രീയ ഇടപെടലുകൾ നമുക്ക് നടത്തേണ്ടതുണ്ട്. ആ രാഷ്ട്രീയ ഇടപെടലുകൾ കേരളത്തിന്റെ മണ്ണിൽ നേരത്തെ ചേച്ചി ഇവിടെ പറഞ്ഞതുപോലെ വിസ്മയമാക്കുവാൻ കഴിയുന്ന ഒരു ജനവിഭാഗമാണ് നമ്മൾ. ആ വിസ്മയം തീർക്കുവാനുള്ള കേരളത്തിൽ ശരീരവും മനസ്സും ചേർത്ത് വെക്കുന്ന നിരവധി ആളുകൾ നമുക്കിടയിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. അത്തരത്തിൽ ആത്മാർത്ഥതയുള്ള ജനവിഭാഗങ്ങൾ നിരവധിയായി ഉയർന്നു വരുമ്പോൾ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇന്നലെ നമ്മുടെ വലത് കൈയിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരന്റെ പതാക ഉണ്ടെങ്കിൽ അത് മാറ്റിവെച്ചിട്ട് നമ്മളുടെ ജീവനും സ്വത്തിനും പ്രാധാന്യം നൽകുന്ന, സംരക്ഷണം നൽകുന്ന, ഉറപ്പ് നൽകുന്ന പതാക പിടിക്കുവാൻ ഞാനും നിങ്ങളും തയ്യാറാകുന്നുണ്ട്. അത്തരം തയ്യാറെടുപ്പുകളിലേക്ക് മുഴുവൻ ജനതയും ഐക്യദാർഢ്യത്തോടുകൂടി സാമൂഹിക പ്രതിബദ്ധതയുള്ള പ്രവർത്തകരായി മാറിക്കൊണ്ട് അണിനിരക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വൈകിയ വേളയിൽ കൃത്യമായ ആശംസ അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.